ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്? എ 3, ബി 5, സി 2. ആൻസർ എ 3. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? എ 352, ബി 354, സി 342. ആൻസർ എ 352. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? എ പാർലമെന്റ്, ബി പ്രധാനമന്ത്രി, സി രാഷ്ട്രപതി. ആൻസർ സി രാഷ്ട്രപതി. ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ആരാണ്? എ പാർലമെന്റ്, ബി പ്രധാനമന്ത്രി, സി രാഷ്ട്രപതി. ആൻസർ എ പാർലമെന്റ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി വി ഗിരി. ആൻസർ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന്? എ 1962 ഒക്ടോബർ 26, ബി 1964 ഒക്ടോബർ 26, സി 1962 ഡിസംബർ 3. ആൻസർ എ 1962 ഒക്ടോബർ 26. 1962 ഒക്ടോബർ 26 ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? എ മൊറാർജി ദേശായി, ബി ലാൽ ബഹദൂർ ശാസ്ത്രി, സി നെഹ്റു. ആൻസർ സി നെഹ്റു. പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ്? എ 1971 ഡിസംബർ 11, ബി 1971 ഡിസംബർ 3, സി 1972 ഡിസംബർ 3. ആൻസർ ബി 1971 ഡിസംബർ 3. 1971 രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? എ ലാൽ ബഹദൂർ ശാസ്ത്രി, ബി ഇന്ദിരാഗാന്ധി, സി മൊറാർജി ദേശായി. ആൻസർ ബി ഇന്ദിരാഗാന്ധി. അടിയന്തരാവസ്ഥ കാലത്ത് സമ്പൂർണ്ണ വിപ്ലവത്തിന് അഥവാ ടോട്ടൽ റവല്യൂഷന് ആഹ്വാനം ചെയ്ത ദേശീയ നേതാവ് ആരാണ്? എ മൊറാർജി ദേശായി, ബി ചരൺ സിംഗ്, സി ജയപ്രകാശ് നാരായൺ. ആൻസർ സി ജയപ്രകാശ് നാരായൺ. പ്രിസൺ ഡയറി ആരുടെ കൃതിയാണ്? എ സി രാജഗോപാലാചാരി, ബി ചരൺ സിംഗ്, സി ജയപ്രകാശ് നാരായൺ. ആൻസർ സി ജയപ്രകാശ് നാരായൺ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ അച്ചടക്കത്തിൻ്റെ യുഗം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എ കെ ഗോപാലൻ, ബി വിനോബ ഭാവെ, സി സെയിൽ സിംഗ്. ആൻസർ ബി വിനോബ ഭാവെ. 1975 ജൂൺ 25 മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? എ ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ബി നീലം സഞ്ജീവ റെഡ്ഡി, സി സക്കീർ ഹുസൈൻ. ആൻസർ എ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? എ ശ്രീകൃഷ്ണ കമ്മീഷൻ, ബി മുഖർജി കമ്മീഷൻ, സി ഷാ കമ്മീഷൻ. ആൻസർ സി ഷാ കമ്മീഷൻ. 1975 മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ റായ്ബറേലി ലോക്സഭയുടെ സീറ്റിൽ പരാജയപ്പെടുത്തിയത് ആരാണ്? എ മൊറാർജി ദേശായി, ബി ചരൺ സിംഗ്, സി രാജ് നാരായൺ. ആൻസർ സി രാജ് നാരായൺ.